ഹൃദയ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്നൊരു വാക്യത്തിൽ ഇതിൻ്റെ ഉത്തരം ചുരുങ്ങിയാൽ നമ്മുടെ ശരീരത്തിന് വെളിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹാർട്ട് ലങ് സിസ്റ്റം, അതാണ് അടിസ്ഥാനപരമായി എക്മോ. ഒരു ബൈപ്പാസ് സർജറി ചെയ്യുന്നിടം വരെ അല്ലെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നിടം വരെ ജീവൻ നിലനിർത്താൻ നമുക്ക് എക്മോ മെഷീൻ്റെ സഹായം തേടാൻ സാധിക്കും. ഒരു രോഗിയെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, അവൻ്റെ 2 ഞരമ്പുകളിൽ 2 ചെറിയ ട്യൂബുകൾ നമ്മൾ ഘടിപ്പിക്കും. അതല്ലാതെ രോഗിക്ക് പ്രത്യേകിച്ച് ഇതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. ആ ഞരമ്പുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരുപക്ഷെ കാലിലെ ആയിരിക്കാം, അല്ലെങ്കിൽ കഴുത്തിലെ ആയിരിക്കാം, അല്ലെങ്കിൽ നെഞ്ചുകൂടിൻ്റെ അകത്തെ ഒരു ഞരമ്പായിരിക്കും. ഞരമ്പ് ഏതാണെങ്കിലും നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത് അനസ്തീഷ്യയിലാണ്. എക്മോ ചികിത്സാ രീതി പ്രായഭേദമന്യേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ചികിത്സാ രീതി തന്നെയാണ്. ജനിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർക്ക്, അതായത് ഒരു 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾക്ക് വരെ ഫലപ്രദമായി നമുക്ക് എക്മോ ചികിത്സ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞതിൽ നിന്നെല്ലാമായി എക്മോ എന്തായെന്നും എക്മോയുടെ ഗുണങ്ങൾ എന്തൊക്കെയായെന്നും ഇത് ഏത് രോഗികൾക്ക് ഇടാൻ പറ്റുമെന്നും ഏത് രോഗങ്ങൾക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുമെന്നും എല്ലാം നമുക്ക് മനസ്സിലായി. ബട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ചികിത്സാ രീതി എത്ര നാളത്തേക്ക് നമുക്ക് തുടർന്നാൽ ഈ അസുഖം ഭേദമാക്കാൻ സാധിക്കും? അങ്ങനെ ഒരു കാലാവധി നിശ്ചയിക്കാൻ സാധിക്കുമോ? നമുക്ക് ഒരു കാലാവധി അങ്ങനെ നിശ്ചയിക്കാൻ സാധിക്കില്ല. ചില രോഗികൾക്ക് ദിവസങ്ങളോളം നമ്മളിത് എക്മോ മെഷീൻ്റെ ഉപയോഗം വേണ്ടി വരാറുണ്ട്. ചിലവർക്ക് ആഴ്ചകളോളം, 1 മാസത്തിന് മുകളിൽ ഉപയോഗമുള്ള അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തമെടുത്ത് രക്തത്തിൽ ഓക്സിജൻ കലർത്തി തിരിച്ച് കയറ്റിവിടുകയാണ് നമ്മുടെ എക്മോ മെഷീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം പോകുന്നത് കുറച്ച് ട്യൂബുകളിൽ കൂടെയാണ്. നമ്മുടെ രക്തത്തിൻ്റെ ഒരു സ്വഭാവം നമ്മുടെ ശരീരത്തിന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഈ രക്തം കട്ട പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്യൂബിങ്സിനകത്തും ഇതേ പ്രതിഭാസം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ വരുന്ന ട്യൂബിങ്സിൽ നമ്മൾ ഇങ്ങനൊരു ബുദ്ധിമുട്ട് കാണാറില്ല. എന്നിരുന്നാലും അതിനുള്ളൊരു സാധ്യത വളരെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഈ ട്യൂബിങ്സിലൊക്കെ രക്തം കട്ട പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചികിത്സ നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ ട്യൂബിങ്സ് മൊത്തത്തിൽ മാറ്റേണ്ടി വരും. അല്ലാത്ത പക്ഷം നമുക്ക് ഇതിൻ്റെ ചികിത്സ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സാർ പറയുന്നത് ഈ ചികിത്സാ രീതിക്ക് കൃത്യമായ ഒരു കാലയളവ് നമുക്ക് പറയാൻ സാധിക്കുകയില്ല എന്നാണ്. അപ്പോൾ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഒരു കൃത്യമായ ചികിത്സാ രീതി പറയുവാൻ സാധിക്കാത്ത ഇതുപോലുള്ള ചികിത്സാ രീതിക്ക് ആസ് എ ഡോക്ടർ എങ്ങനെയായിരിക്കും ഈ ചികിത്സാ രീതി പൂർത്തീകരിക്കുവാൻ, എത്ര കാലയളവിൽ പൂർത്തീകരിക്കുവാൻ, അല്ലെങ്കിൽ ഇത് എപ്പോൾ നിർത്താമെന്ന് തീരുമാനിക്കുന്ന ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴായിരിക്കും? ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എക്മോ ചികിത്സ തുടങ്ങുന്നത് നമ്മുടെ ഹൃദയത്തിനും ശ്വാസകോശത്തിനും അതിൻ്റെ ജോലി പൂർണ്ണമായി ചെയ്യാൻ സാധിക്കാത്തൊരു ഘട്ടത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. എപ്പം ആ ഒരു അസുഖം മാറി ഈ ഹൃദയവും ലങ്സും പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നുവോ ആ സമയത്ത് നമുക്ക് എക്മോ ചികിത്സ നിർത്താൻ സാധിക്കും. അതെങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ, എക്മോ ചികിത്സ തുടങ്ങുന്നതിന് മുതൽ ആ പേഷ്യൻ്റ് നിരന്തരം നമ്മുടെ മോണിറ്ററിങ്ങിലായിരിക്കും. അതിനെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള പ്രോട്ടോക്കോൾസ് ഉണ്ട്. അവിടെ നമ്മൾ നോക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കുറേ സൂചനകൾ ലഭിക്കും. ഈ സൂചനകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ലങ്സ് റിക്കവറായോ ഹൃദയം റിക്കവറായോ എന്നുള്ളൊരു ഡെസിഷൻ നമ്മൾ എടുക്കുക. ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മെഷീൻ നിർത്താൻ സാധിക്കില്ല. നമുക്ക് അതിൻ്റെ മെഷീൻ്റെ പ്രവർത്തനം പകുതിയായി കുറച്ച് ഹാർട്ടിൻ്റെയും നമ്മുടെ ലങ്സിൻ്റെയും പ്രവർത്തനം ചെറുതായി കൂട്ടി, അങ്ങനൊരു ചേഞ്ച് വരുമ്പോൾ ശരീരത്തിലുണ്ടാവുന്ന മാറ്റങ്ങളെപ്പറ്റി പഠിച്ച് ഘട്ടം ഘട്ടമായി മെഷീൻ്റെ പ്രവർത്തനം കുറച്ചാണ് നിർത്തുന്നത്. ഇതൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു എക്മോ ടീം അംഗങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി സാർ, ഡെഡിക്കേറ്റഡ് ടീം, ഇത്രയും എക്സ്പെർട്ടൈസ്ഡ് ആയ എക്യുപ്മെൻറ്റ്സ്, എക്സ്പെർട്ടൈസ്ഡ് ആയ പേഴ്സണൽസ്, ഇറ്റ്സ് എ ടീം വർക്ക്. സോ ഇത് നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും അവൈലബിൾ ആണോ ഈ ചികിത്സാ രീതി? ഈ ശരീരത്തിന് വെളിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹാർട്ട് ലങ് സിസ്റ്റം എന്നെല്ലാം നിസ്സാരമായി ഞാൻ പറഞ്ഞുവെങ്കിലും അതൊരു ചെറിയ കാര്യമല്ല. എക്മോ ചികിത്സയ്ക്ക് വേണ്ട ആ ഒരു ആദ്യമായി വേണ്ട ആ സജ്ജീകരണങ്ങൾ എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ വലുതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എക്മോ ചികിത്സാ രീതി ഫലപ്രദമായി മുമ്പോട്ട് കൊണ്ടുപോകാനായി ഒരു എക്മോ ടീം, ഒരു ഡെഡിക്കേറ്റഡ് എക്മോ ടീം തന്നെ വേണം. ഒരു കാർഡിയക് സർജൻ, അസിസ്റ്റൻസ്, പെർഫ്യൂഷനിസ്റ്റ്, അനസ്തറ്റിസ്റ്റ്, ഒരു എക്മോ നഴ്സ്, ഇവരെല്ലാം ഒരേപോലെ ചിന്തിക്കുന്ന ഒരു ടീം തന്നെ ഇതിന് അനിവാര്യമാണ്. ഈ 2 ഘടകങ്ങളും, അതായത് ഞാൻ മുമ്പ് പറഞ്ഞ ആ സജ്ജീകരണങ്ങളും ഒരു ഡെഡിക്കേറ്റഡ് എക്മോ ടീമും ഇല്ലാതെ നമുക്കൊരു പ്രോഗ്രാം സക്സസ്ഫുള്ളായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇന്നത്തെ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ കേരളത്തിൽ അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് സെൻറ്ററുകളുടെ എണ്ണം വളരെ കുറവാണ്. ഭാവിയിൽ ഇത് കൂടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹൃദയ ശ്വാസകോശ രോഗ ചികിത്സയിലെ നൂതന സാങ്കേതിക വിദ്യയായ എക്മോയെ പറ്റി ഇത്രയൊക്കെ അറിയാൻ സാധിച്ചതും
ഇത് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതുമാണ് ഞങ്ങൾ ഇന്ന് ശ്രമിച്ചത്. ഒരു രോഗിക്ക് എക്മോ ചികിത്സ ഫലപ്രദമാകുമോ എന്നറിയാനും എക്മോ ചികിത്സാ രീതിയെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്കും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.